കന്നിയംഗത്തിലെ ചരിത്ര വിജയത്തിനു പിന്നാലെ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങളുമായി ടി.വി.കെ. സർക്കാർ രൂപീകരിക്കാൻ സാവകാശം തേടി ടി.വി.കെ. ഗവർണർക്ക് കത്ത് നൽകി. 2 ആഴ്ചത്തെ സാവകാശം വേണമെന്നാണ് ആവശ്യം. ഗവർണറെ കാണാനും വിജയ് സമയം ചോദിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് പുറമെ CPM-ഉം CPI-യും മുസ്ലിം ലീഗും VCK കക്ഷികളുമായും ടി.വി.കെ. ചർച്ച തുടങ്ങി. കോൺഗ്രസിന് മന്ത്രിസ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. DMK സഖ്യത്തിൽ കോൺഗ്രസിന് മന്ത്രിസ്ഥാനം നൽകിയിരുന്നില്ല. അല്പസമയത്തിനകം MLA-മാരുമായി പാർട്ടി ആസ്ഥാനത്ത് വെച്ച് വിജയ് കൂടിക്കാഴ്ച നടത്തും. അതേസമയം ഉദയനിധി സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവാകുമെന്നറിയുന്നു. നിലവിലെ കക്ഷിനില കൂടി നമ്മളൊന്ന് പരിശോധിച്ചാൽ ടി.വി.കെക്ക് 108 സീറ്റുകളാണ്. DMK കേവല ഭൂരിപക്ഷത്തിലേക്ക് വേണ്ടുന്ന 117ലേക്ക് എടുക്കാൻ ഇനി 9 വേണം. DMK സഖ്യത്തിൽ DMKക്ക് 59, കോൺഗ്രസിന് 5, ലീഗിന് 2, CPM 2, CPI 2, VCK 2. AIADMK സഖ്യത്തിന് 47 സീറ്റുകളാണ്. PMKക്ക് 4 സീറ്റും BJPക്ക് ആകെ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞത് ഒരേ ഒരു അക്കൗണ്ട് മാത്രമാണ്. അതിൽ പലോട് കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കാൻ വേണ്ടുന്ന സീറ്റുകൾ കോൺഗ്രസിന്റെയും CPM-ന്റെയും CPI-യുടെയും കൂടി ലീഗിന്റെയും വോട്ടുകൾ കിട്ടിയാൽ ടി.വി.കെക്ക് കിട്ടും. കംഫർട്ടബിളായ ഒരു മെജോറിറ്റിയിലേക്ക് കടന്നു കയറാൻ കഴിയുകയും ചെയ്യും. കോൺഗ്രസിനാണെങ്കിൽ 5 അംഗങ്ങളെ ഉള്ളുവെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കൂടി ടി.വി.കെ. വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. DMKയിൽ മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നില്ല. DMKയും കോൺഗ്രസും തമ്മിൽ ഇടയുന്നത് നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധി DMKയുടെ പ്രചരണ വേദികളിലൊന്നും ആദ്യഘട്ടത്തിൽ പോയിട്ടും ഉണ്ടായിരുന്നില്ല സ്റ്റാലിനൊപ്പം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. DMKയിൽ നടന്ന് ടി.വി.കെക്കൊപ്പം ചേരാനായിരിക്കില്ലേ കോൺഗ്രസിന്റെയും ലീഗിന്റെയും CPI-യുടെയും CPM-ന്റെയും ഒക്കെ തീരുമാനം? എന്താകും തീരുമാനം എന്നുള്ളത് ഇന്ന് വ്യക്തമാകും അരുൺകുമാർ. ഏതായാലും ടി.വി.കെയുടെ ലക്ഷ്യം കൃത്യമാണ്. AIADMK DMK പഴയ ദ്രാവിഡ പാർട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ സർക്കാർ എന്നത് തന്നെയാണ് ലക്ഷ്യം. അല്ലെങ്കിൽ സ്വാഭാവികമായും AIADMK-യുമായി സംസാരിച്ചാൽ പുറത്തുനിന്ന് പിന്തുണ ലഭിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നീക്കം തൽക്കാലം ആദ്യഘട്ടത്തിൽ വേണ്ട എന്നതാണ് നിലവിൽ കാണുന്നത്. അതിന്റെ ഭാഗമായാണ് പ്രത്യേകിച്ച് ഇവിടെ വിധി നിർണ്ണയിക്കുന്നത് ഇടതു പാർട്ടികളാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. 108 സീറ്റുകളാണ് ടി.വി.കെക്ക് ലഭിച്ചിരിക്കുന്നത്. 234 സീറ്റുകൾ ഉള്ള അംഗബലമുള്ള നിയമസഭയിൽ 118 സീറ്റുകൾ വേണം സർക്കാർ രൂപീകരിക്കാനും ഭരിക്കാനുമായി. 10 സീറ്റുകളാണ് ഇനി 10 പേരുടെ പിന്തുണയാണ് ഇനി ടി.വി.കെക്ക് ആവശ്യമുള്ളത്. 5 കോൺഗ്രസുകാരുണ്ട്, പിന്നെ വേണം 5. അതിൽ 2 CPI ഉണ്ട്, 2 CPM ഉണ്ട്, 2 മുസ്ലിം ലീഗ് ഉണ്ട്, പിന്നെ ചെറു കക്ഷികളുണ്ട്. ആ കക്ഷികളുടെയൊക്കെ പിന്തുണ ലഭിച്ചാൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയും. അത് ദ്രാവിഡ പാർട്ടികൾക്ക് പുറത്ത് മറ്റൊരു പാർട്ടി എന്ന നിലയിൽ തന്നെ ആ അസ്തിത്വത്തോടുകൂടി തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ടി.വി.കെ. കാണുന്നത്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങി.